പിന്നെ യേശുവയുടെ സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞ ക്ഷീണം ഉണ്ടോ, അടിയേൽപ്പിച്ച് മുറിവേൽപ്പിച്ച് ഒരു ദിവസവും അത് മിണ്ടാണ്ട് സഹിച്ച്, അഹങ്കാരമില്ല മൂത്തവൻ്റെ ഒന്നും പണക്കാരൻ്റെ ആണെങ്കിലും ഹ്യൂമിലിറ്റി, ആ ഒരു തുനിഞ്ഞറിയിരിക്കുകയാണ്. അത് ജയമാണ്, തോൽവിയില്ല. അപ്പോൾ അതൊക്കെ ഹാർട്ടൊക്കെ മരവിച്ച് പിന്നെ അത് പുനരുദ്ധീകരിച്ച് ഉയർത്ത് വരണം. അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതിൽ വരണത് മെറ്റീരിയലിസ്റ്റിക് അത്ഭുതമല്ല. അപ്പോൾ അത് വന്ന് അതിലൊക്കെ ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാലും അതും എങ്ങനെയാണ് ഇപ്പോൾ യേശുവയുടെ ഇതിന് അപ്പോൾ ഹ്യൂമിലിറ്റിയാണ്. എത്ര പണക്കാരനാണെങ്കിലും ലവ് മെസ്സേജൊക്കെ കൊടുത്ത് 3.5 വർഷം പെട്ടെന്ന് പോയി തീർന്നു. 30 വയസ്സിന് മുങ്ങി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഇത്തിരി മരപ്പണിയുടെ ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്ന് 25 വയസ്സ് തൊട്ട് പിന്നെ ഇവിടെ നാട്ടിൽ തുടങ്ങിയ പോലെ 30 വയസ്സിൽ ബാപ്റ്റിസം കൊറോണ വന്ന പോലെ 31, 32, 33 പെട്ടെന്ന് അങ്ങോട്ട് തീരാണ്. അര വർഷത്തിന് 3.5 വർഷത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ യഹൂദിയർക്ക് മുതൽക്കൂട്ടാണ് എന്നുവെച്ചാൽ യഹോവയ്ക്കും വാസ്തലം ഒരുക്കുവാൻ എല്ലാ സ്ഥലത്തും സർപ്പാസ് ചെയ്ത് എല്ലാം എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തണ രീതി വരണം. അപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹം, അല്ലാണ്ട് ഇംപേഷ്യൻസ് വരല്ലേ, പേഷ്യൻസ് എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമാണ്, ലവ് ഓഫ് പേഷ്യൻസ്. അപ്പോൾ അതിൽ വരണത് ഇപ്പോൾ ഇവിടെ വന്ന എല്ലാം സെക്കൻഡ് കമ്മിങ്ങിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു. ജൂവിഷ് മലയാളി നമ്പൂതിരി ട്രേഡേഴ്സ്, സ്പൈസസ് ട്രേഡിങ് വന്ന ജൂവിഷ് മലയാളി, അന്നത്തെ ഡ്രസ്സ് ഷിപ്പിൽ ഇവിടെ വരെ അങ്ങേറ്റതും വരണത്. ഇവിടെ ക്രിസ്ത്യൻ മാറി തോമസ് മാറ്റി ഫസ്റ്റ് സെഞ്ചുറിയിലൊക്കെ മാറി വരുന്നതാണ്. അപ്പോൾ ഈ യേശുവയുടെ ഒരു സഹനം എന്ന് പറയുന്നത് അത് തോൽവി എന്ന് പറഞ്ഞ് കുറേ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതല്ല, തുനിഞ്ഞ് ഇറക്കിയാണ്, മിണ്ടായിട്ട് നിൽക്കുകയാണ്, അതിനോട് ഒന്നും പറയാനില്ല, അങ്ങനെയൊന്നുമല്ല. മിണ്ടാൻ സഹിച്ച് അടിക്കുമ്പോഴും ഒരു ദിവസം ഫുൾ അടിയേൽപ്പിച്ച് പല മുറിവേൽപ്പിക്കുമ്പോഴും അതിന് ഒരു ശബ്ദം ഉണ്ടാക്കാനല്ല, അങ്ങനെ വേറെ രീതിയിൽ വീക്ക് രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കണല്ലേ. എന്നിട്ട് ആ ഹാർട്ട് മരവിച്ച് പെണ്ണെ ഒരു 2.5 ദിവസത്തിനുള്ളിൽ പുനരുദ്ധീകരിച്ച് ഉയർക്കാണ്. അപ്പോൾ യേശുവിനെ എന്താ ചെയ്യണേ, പണക്കാരനെന്ന കൊതിയനോ അല്ലെങ്കിൽ ജീവനില്ല, ലവ് മെസ്സേജ് കൊടുത്ത് ലവ് ചെയ്യും, പക്ഷെ അതിൽ കുറ്റം പറച്ചിലില്ല, അങ്ങനത്തെ കുറ്റം പറച്ചിലില്ല, ശോഷിച്ച വാക്കുകളില്ല. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഞാനും അങ്ങോട്ട് തൊടാനും പോയിട്ടുള്ള ചെന്നെ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു ഭയങ്കര ആകസ്മികമായി, ആകസ്മികം എന്നല്ല പറഞ്ഞ മലയാളത്തിൽ, എന്തെങ്കിലും ഭയങ്കര ഒരു ലഹരി തോന്നി അങ്ങനെ എന്താ പറയുക ഇതിന് വന്നിട്ടുമില്ല, ആകർഷിതമായിട്ട് വന്നിട്ടില്ല ഇതുവരെ. അതുപോലെ കുടിക്കാനോ ഡ്രഗ് അടിക്കാനോ ബീഡി വലിക്കാൻ പോകണില്ലേ, ലവ് ചെയ്യാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ലവ് മെസ്സേജ് കൊടുത്ത്, അല്ലെങ്കിൽ സഹകരിച്ച്, എന്തെങ്കിലും ടയേർഡ് ആകുമ്പോൾ മലമേൽ പ്രസംഗിച്ച് എന്തെങ്കിലും ലവ് കൊടുക്കാം. അതിൽ കുറ്റം പറച്ചിലില്ല. ഗുട്ക കഴിച്ച്, സിഗരറ്റ് വലിച്ച്, ബീഡി വലിച്ച്, മൂക്കുപൊടിയും വലിച്ച്, ഡ്രഗ് അടിച്ച് കുറ്റം പറച്ചിൽ എന്ന് പറഞ്ഞ് നടക്കലില്ല. എങ്ങനെ പറയണ രീതി നോക്ക്, പറയണ രീതി ബാക്കിയുള്ളവർ കുഴി ചാടരുതെന്ന് പറഞ്ഞിട്ട് കുഴി ചാടി കഴിഞ്ഞാൽ വിവരം ചിരിക്കണ പോലെയാണ്, അങ്ങനെയല്ല. അപ്പോൾ തമ്മിൽ കുഴി ചാടിക്കരുത്. സ്പിരിച്വൽ മെസ്സേജ് എന്നതിൽ പറയുകയാണ്, സ്ട്രെങ്ത്തായിട്ട് പറയണത്, വീക്ക്നെസ് മാറ്റിയിട്ട് സ്ട്രെങ്ത്തിനോട് പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ നുണ പറയാത്തത് എൻ്റെ ഗുണം, കുറ്റം പറഞ്ഞ് നടക്കാത്തത് എൻ്റെ ഗുണം, ഡ്രഗ് അടിച്ച് ശോഷിച്ചതിൽ നടക്കാത്തത് എൻ്റെ ഗുണം, ദേഷ്യം വരാത്തത് എൻ്റെ ഗുണം, വൈരാഗ്യം വരാത്തത് എൻ്റെ ഗുണം. ആരുടെ ഗുണമാണെങ്കിലും അത് സെക്കൻഡ് കമ്മിങ്ങിൽ ക്ഷീണം വന്നാലും, ഇപ്പം അമ്മ ആണെങ്കിലും അതിൽ പറയേണ്ട സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ. അപ്പോൾ നിങ്ങൾ പറയണം മാതൃക കാണിക്കുന്നതാണെന്ന്. പൗലോസിനോട് പറഞ്ഞറിയിപ്പിച്ച് പറയുന്നുണ്ട്, പാതിരികൾ കൊണ്ട് പണ്ടത്തെ ആടിൻ്റെ സാക്രിഫൈസ് ആണെങ്കിലും ഗ്രെയിൻ സാക്രിഫൈസ് ആണ്, ഏത് സാക്രിഫൈസ് ആണെങ്കിലും അത് തീർന്ന് കഴിഞ്ഞു ലോകത്ത് പോയത്. പാതിരികളോട് ചെയ്യിപ്പിക്കേണ്ട, നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ട, മാതൃക കാണിക്കും വേണ്ട, റിപ്പീറ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്യിപ്പിക്കും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സെക്കൻഡ് കമ്മിങ് വരുമ്പോൾ ഈ ഐഡൽ വർഷിപ്പും സെയിൻസിനെ ആവശ്യമില്ലാത്ത സെയിൻസിൻ്റെ പ്രതിമ ഉണ്ടാക്കി ജൽപ്പന ജപമാല ചെലുപ്പി ആലോചകാക്കുന്നത് അത് നിർത്തണം. അത് ദേഷ്യമല്ല. അല്ലാണ്ട് കന്യകനെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, കന്യകനുണ്ടായി കടിഞ്ഞൂല് മൂത്തവനായിട്ട് ധനിച്ചെന്ന് കാണിക്കാനാണ്. ഔസേപിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ കാലത്ത് റോമൻസിനുണ്ടായി, റോമൻസിനെ അടിച്ചേൽപ്പിച്ച് 7 മക്കളുണ്ടായി കഴിഞ്ഞിട്ട് കടിഞ്ഞൂല് ജനിക്കുമോ, അതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ അപ്പോൾ അങ്ങനെ പ്രതിമയൊന്നും ഉണ്ടാക്കി ആരാധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളപ്പോൾ പറയും നല്ലതിനാണ്, സെക്കൻഡ് ബർത്ത് നല്ലതിന് വേണ്ടിയാണ്, അതില്ല.
നിൽക്കേണ്ട സമയം ജഡ്ജ്മെൻറ്റ് കിങ് ആയിട്ട് വരുന്നത് കോസ്മിക് ആണെങ്കിലും അത് കാണാത്ത രീതിയിൽ കാണുന്ന രീതിയാണെങ്കിലും അത് പല രീതിയിലും ഒരു വാലിഡേഷൻ്റെയും ആവശ്യമില്ല. ഹ്യൂമൻ വാലിഡേഷനോ ഹ്യൂമൻ മെറ്റീരിയലിസ്റ്റിക് ഹാൻഡ് ഷേക്കിന് ഡിപ്ലോമാറ്റിക് ഹാൻഡ് ഷേക്കിനോ പോപ്പൊന്നല്ല സെലക്ട് ചെയ്യാൻ പോകണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് വരേണ്ട സമയത്ത് വരും. എല്ലാവരും കാണും, കോസ്മിക്കായിട്ട് കാണും, കാണാണ്ടത്ത രീതിയിൽ കാണും. എന്നിട്ട് മനസ്സിലാക്കാത്ത രീതിയിൽ അവഗണിക്കുന്നവർക്ക് കിട്ടും. പക്ഷെ എന്നാലും നല്ലതിന് വേണ്ടി പീസ്ഫുള്ളായിട്ട് സമാധാനത്തോടെ ശ്രമിക്കുന്ന സ്നേഹത്തിൽ വരുമെന്നറിയാം. അപ്പോൾ യഹോവയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് അല്ല, യേശുവയുടെ മെറ്റീരിയലിസ്റ്റിക് അല്ല. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക്കൊക്കെ നിങ്ങൾ വെടിയണം. റിപ്പീറ്റഡ് സാക്രിഫൈസ് മാതൃക കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് റിപ്പീറ്റഡ് സാക്രിഫൈസ് തന്നെയാണ്. പാതിരികളോട് റിപ്പീറ്റ് ചെയ്ത് വിലയില്ലാണ്ടാക്കേണ്ട ആവശ്യമില്ല. വിലയോട് ചെയ്തു, ഒരു പ്രാവശ്യം ചെയ്തു, അത് നിന്നു. തിരശ്ശീല ആദ്യമേ മുകളിൽ നിന്ന് താഴെ വരെ കയറി കഴിഞ്ഞു, അതൊക്കെ നിന്ന് കഴിഞ്ഞു. ആ പഴയ സാക്രിഫൈസൊക്കെ നിന്നു. റിപ്പീറ്റ് ചെയ്ത് ബലിയർപ്പിക്കാം, യാഗം അർപ്പിക്കാം എന്നുള്ള പാട്ട് പാടി എല്ലാ ദിവസവും തുടങ്ങേണ്ട കാര്യമില്ല. ബലിപീഠം അർപ്പിക്കാം എന്ന് പറഞ്ഞ് പാതിരികളോട് വിലയില്ലാണ്ട് സേപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പറയും അത് മാതൃക കാണിക്കുന്നതാണ്. അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എൻ്റെ ഇതിൽ വിവക്ഷയിൽ സെക്കൻഡ് 888 യേശുവയുടെ ചിഹ്നം നമ്പർ, അത് 3 8 × 3 24 + സെക്കൻഡ് കമ്മിങ്, അതിൽ 26 യഹോവയുടെ സമയം പറയണതല്ലേ. അന്ന് തൊട്ടിലൊക്കെ തകിടുകളിലും താളികളിലും എഴുതി വെച്ച് ഇപ്പം ഇൻ്റർനെറ്റിലും പ്രിൻറ്റിങ് മീഡിയയിലൊക്കെ വരണത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ജൂവിഷ് മലയാളി നമ്പൂതിരി ക്രിസ്ത്യൻ ഡിസെൻഡൻ്റ് എന്നൊക്കെ പറയണത് ശരിയാണ്. അപ്പോൾ അത് എല്ലാവരും ഒരു പേടിയാൽ പീസ്ഫുൾ ഫ്ലോയിങ് ആണെങ്കിലും ഒരു റിപ്പൻറ്റൻസിലൂടെ മെറ്റീരിയലിസ്റ്റിക് വേ മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ കാണിക്കെങ്കിലും മാറാൻ തയ്യാറാവാണ്ട് നിന്ന് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അതിൽ തോറ്റവർക്ക് തോൽക്കാൻ പറ്റേണ്ട കാര്യമുള്ളൂ. പക്ഷെ ജയിക്കണതിൽ എന്താ കാര്യം? അത് പീസ്ഫുള്ളായിട്ട് സമാധാനത്തോടെ തന്നെ പറയണത് മാറണം എന്ന്. മാറിയില്ലെങ്കിൽ മാറിയാലും കൊള്ളാമെന്ന് പറയണതിൽ കാര്യമില്ല. അതിൽ 2 റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതൊരു സഹനത്തിൻ്റെ മരവിച്ച് അത് പുനരുദ്ധീകരിച്ച് ഉയർക്കണതിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ സമമായിട്ട് വരണത് അന്നേ തൊട്ട് പറയുന്നുണ്ട്. ലോക യുഗങ്ങൾക്ക് മുമ്പും തുടങ്ങുന്നതിന് മുമ്പും അന്ത്യത്തിൻ്റെ അവസാനത്തെ മനുഷ്യനും ആദ്യത്തെ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ സമാധാനത്തോടെയുള്ള കാര്യങ്ങളാണ്. അത് കുരുട്ടുബോധ്യം ജീവൻ്റെ അകത്ത് ആരാധിച്ച് കുടിച്ചടന്ന് നശ്വരമായ സ്ത്രീകളെയും നശ്വരം ഹ്യൂമൻസിനെയും നശ്വര മൃഗങ്ങളെ ആരാധിച്ച് കെട്ട് നടക്കണ പോലെയല്ല. കുടിച്ച് ഡ്രഗ് അടിച്ച് അത് വ്യത്യാസമുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. യേശുവർ പറഞ്ഞാൽ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നു മുങ്ങി നിവരേണ്ടതിൻ്റെ മാതൃക കാണിക്കണേ, അല്ലാണ്ട് 3 തുള്ളി വെള്ളം ഒഴിക്കണതിൻ്റെ അല്ല. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് രീതിയൊക്കെ മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ ജീവനില്ലാത്തത് ആരാധിക്കുന്നത് നിർത്തുക. ഒരു മധ്യസ്ഥനുള്ളൂ, ഒരു മഹാപുരോഹിതനുള്ളൂ. അതൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മനസ്സിലാക്കണം. പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവ് അത് നിർത്താൻ നോക്കുക. തത്രപ്പെട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. വ്യഗ്രത പൂണ്ട് തത്രപ്പെട്ട് പൂണ്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. തത്രപ്പെട്ട് അതിനൊക്കെ റെസ്റ്റ് വേണം. തത്രപ്പെട്ട് മക്കളുണ്ടാക്കേണ്ട കാര്യമില്ല. ജീവനുള്ള ദൈവത്തിന് സമയം നടക്കും. മെറ്റീരിയലിസ്റ്റിക് ചെയ്തുള്ള ലവ് അല്ല, സ്പിരിച്വൽ ലവിനും എല്ലാം സ്പിരിച്വൽ മെസ്സേജ് കൊടുക്കണം. സ്പിരിച്വൽ സ്ട്രെങ്ത് ആയിട്ട് അതൊരു പ്രത്യേകത ഉണ്ട്. എന്നുവെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് രീതി നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെ ആരാധിച്ച് നടക്കുന്നത്, സൃഷ്ടി ആരാധിക്കണത് അതിൽ വരണില്ല. ഉണ്ടാക്കി പ്രസവിച്ച് വളർത്തിയവരെ ആരാധിക്കരുത്. അപ്പോൾ പിന്നെ അത് സൃഷ്ടി ആരാധിക്കരുതെന്ന് പറയണം. അപ്പോൾ ഞാൻ വചനം കണ്ടിട്ടില്ലെന്നും കയറ്റിയിട്ടുള്ള അങ്ങനെ വന്നിട്ടുള്ള പെണ്ണുങ്ങളായാലും ഗേൾസ് ആണെങ്കിലും എൻ്റെ അടുത്തോടെ വന്നു കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് വിചാരിച്ചാൽ അവരവിടെ തിരിഞ്ഞു പോകും. പിന്നെ കാണില്ല അവരെ. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് രീതി എൻ്റെ അടുത്തോടെ വരണുള്ളത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ വാച്ച് കെട്ടണ ഒരു എക്സാമ്പിളാണ്. ഞാൻ വാച്ച് കെട്ടാറുള്ളത്. അത് ചെറിയൊരു എക്സാമ്പിൾ. അല്ലെങ്കിൽ എന്തെങ്കിലും മോതിരങ്ങളൊന്നും ഇടാറില്ലേ. അപ്പോൾ പറയണതിൻ്റെ മുസ്ലിംസോ ഹിന്ദുസോ ഇത് പറയില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ബാപ്റ്റിസത്തിനെ കുറിച്ച് അറിയില്ല, ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല. മുങ്ങി നിവരണതിനെ കുറിച്ച് അറിയില്ല, മാതൃക കാണിക്കണതിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയണു. പിന്നെന്താ പറഞ്ഞത്, പിന്നെ ഊരയിൽ കെട്ടണുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ യേശുവിനെ വരെ എല്ലാവരും ഗ്ലുട്ടനാണ്, ഡ്രങ്കാർഡാണ് തെറ്റിദ്ധരിച്ചിരുന്നു. അങ്ങനെയല്ല, അത് സ്പിരിച്വലായിട്ട് വരണം, സ്ട്രെങ്ത് ആയിട്ട്. അതുകൊണ്ടാണ് മരവിപ്പിച്ച് പുനരുദ്ധീകരിച്ച് ഉയർക്കണേ.
ജീവനുള്ള ദൈവത്തിന് സമാവാണ്. മിണ്ടാണ്ട് സഹിക്കുന്നത്, അതിൽ കുബുദ്ധിയില്ല, കുരുട്ട് ബുദ്ധിയില്ല. കുടിച്ച് നടക്കണ കുഴിയിൽ ചാടിക്കണ ഇതില്ല, കുഴിയിൽ ചാടിക്കരുതെന്ന് പറയണത്. സ്ട്രെങ്ത്തായിട്ട് സമാധാനമായിട്ട് പറയണത്. മെറ്റീരിയലിസ്റ്റിക് നേച്ചർ അത് വരണല്ലേ. പിന്നെ എന്താ പറയുക, ചെകുത്താൻ വെഡ്ഡികളുടെ നേച്ചർ അവിടെ വരണല്ലേ. പിന്നെ എന്താ പറയുക, അപ്പോൾ എല്ലാം സ്ട്രെങ്ത്തായിട്ട് വരുമ്പോൾ അപ്പോൾ യേശുവിനെ ഗബ്രയാന്ന് തെറ്റിദ്ധരിച്ചു, എന്താ പറയുക, ഗണാബയാന്ന് തെറ്റിദ്ധരിച്ചു, തീഫാന്ന് തെറ്റിദ്ധരിച്ചു, ലിബ, നഫ്ഷ, മീലാകാണ് തെറ്റിദ്ധരിച്ച് വേറെ രീതിയിൽ എന്തൊക്കെയോ വേറെ യേശുവിനെ കണ്ടിട്ട് വല്ല കാര്യമുണ്ട്. അത് ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേറെ അങ്ങനെയായിരിക്കും. വെഡ്ഡിത്വം വിശ്വസിച്ചിട്ട് കാര്യമുണ്ട്. വെഡ്ഡികളാക്കരുത്. വീണ്ടും അവർക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കാൻ പഠിപ്പിക്കുക. അവർ ചീറുകയും ചിരിച്ചപ്പോഴൊക്കെയാണെങ്കിൽ അവരെ അരുന്ന് കൂട്ടി വാങ്ങുമ്പോൾ വിവരം ചിരിക്കും അവരെ നോക്കി. അത് മുമ്പേ തൊട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ തീറ്റ കൊതിയനും ഡ്രങ്കാർഡൊന്നും അല്ലായിരുന്നു ഐശ്വ. അത് വ്യത്യാസമുണ്ട് ചിന്തിക്കണതിൻ്റെ. കുരുട്ട് ബുദ്ധികളുടെ ഇന്ത്യയും ആദിവാസികളുടെ കുരുട്ട് ബുദ്ധിയല്ല, അതൊന്ന് മാറി ഒരു പുനരുദ്ധീകരിക്കണ ഒരു വന്നിട്ട് ഉയർപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജീവനുള്ള ദൈവത്തിന് സമാവാണ് രീതി, അത് മനസ്സിലാക്കാം.